അത്ര സ്പീഡ് കിട്ടും. അതായത് ഓൾറെഡി NOC എടുത്ത വാഹനമാണ്, ക്യാൻസൽ ചെയ്ത് കിട്ടും, 2 ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളെ RTOയില് NOC എടുക്കാൻ പറ്റിയ ഒരു എൻഡവറാണ്. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ 3.2 4x4 അല്ലേ, ഏറ്റവും ടോപ്പ് ലോഡ് വാഹനമാണ്. നാട്ടിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാഹനം. വെറും 53,000 കിലോമീറ്റർ മാത്രം ജെന്യൂൻ റൺ ചെയ്ത വണ്ടിയാണ്. 23 വരെ സർവീസ് റെക്കോർഡ് അവൈലബിൾ ആണ്. ഇപ്പൊ ഫുള്ള് സർവീസ് കഴിഞ്ഞിട്ടുള്ള അതിന്റെ ബില്ലും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ. ഫ്രണ്ട്സ് ഉണ്ട്, വേറെ വർക്കും കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ല. ഇന്റീരിയർ അത്ര നീറ്റാ. ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്താൽ അപ്പോ വേറെ ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു നീറ്റ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് അധികം വണ്ടികളൊന്നുമില്ല, പക്ഷേ ഉള്ളതല്ല നല്ല അടിപൊളി വണ്ടികളാണ്. അതിലൊന്ന് ഫോർഡ് എൻഡവർ ആണ് കിടക്കുന്നത്. പിന്നെ ഒരു മെഴ്സിഡസ് ബെൻസ് E250 ഉണ്ട്, ഇന്നോവ ഉണ്ട്. എല്ലാം ഇൻസ്പെക്ട് ചെയ്തെടുത്ത നല്ല അടിപൊളി വണ്ടികൾ. വന്നിരിക്കുന്നത് മേലാറ്റൂരാണ്. ഗ്യാരേജ് ഹെഡിൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷെയിൽ ബ്രോ, സ്വാഗതം. ഷെയിൽ നമ്മുടെ കൂടെ ആദ്യമായിട്ടാണ് വീഡിയോയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ ഒരു എൻഡവർ കാണിച്ച് അത് പെട്ടെന്ന് എനിക്കൊന്നും അതിന് ഏറ്റവും വിളി വന്നല്ലേ, ഫുൾ വിളി അതിനാണ് വന്നത്. അപ്പൊ ഇന്നൊരു കരിമ്പുലിയാണ്, അന്ന് വേറെ കളറായിരുന്നു, ഇന്ന് കരിമ്പുലി തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവരെന്ന് വെച്ചാൽ ബേസ് മേലാറ്റൂരാണ്, പക്ഷെ മെയിൻ ഡൽഹിയിൽ തന്നെ ഉണ്ടാവുക. ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റ് നിങ്ങൾക്ക് റെഡി ക്യാഷ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നോക്കി എടുത്തു കൊടുക്കാം. പിന്നെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് പുറത്തുനിന്ന് വേറൊരു കൺഫ്യൂഷൻ ആവശ്യമില്ല. ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പോയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഡയറക്റ്റ് എടുത്തു തരും. ഇനി ഇങ്ങനത്തെ വണ്ടികൾ ചിലപ്പോൾ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇങ്ങനത്തെ ചെയ്യാറുണ്ട്. ഇപ്പോ എല്ലാ വണ്ടീന്റെയും റിപ്പോർട്ട്സ് എല്ലാം കയ്യിലല്ലേ? ഓക്കെ, അപ്പോ മൊത്തം 3 വണ്ടിയാണ് സ്റ്റോക്കുള്ളത്. നമുക്ക് എന്തായാലും കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഗ്യാരേജ് ഹെഡിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഇതാ ഒരു ലോ കിലോമീറ്റർ E250, വെറും 50,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? ഷെയിലെങ്ങനെ ഡീറ്റെയിൽ ഇത് 2015 ആണ് മോഡല്. വെറും 53,000 കിലോമീറ്റർ മാത്രം ജെന്യൂൻ റൺ ചെയ്ത വണ്ടിയാണ്. 23 വരെ സർവീസ് റെക്കോർഡ് അവൈലബിൾ ആണ്. ഇപ്പൊ ഫുള്ള് സർവീസ് കഴിഞ്ഞിട്ടുള്ള അതിന്റെ ബില്ലും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. വണ്ടി അത്യാവശ്യം നൈസിലൊന്ന് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഉള്ളില് ഒരു 75K ഒരു സ്ക്രീൻ അടക്കം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മള്. പിന്നെ അലൈവില് ടയർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള. മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്ലാക്ക് സോൾഡ്. ഓക്കെ, ഇവരെ പ്രത്യേകത അതാണെങ്കിൽ ഇവരെ ആകെ 2-3 വണ്ടികൾ എങ്ങനെ ചെയ്യുള്ളൂ, പക്ഷെ അത് പെട്ടെന്ന് തന്നെ വിറ്റുപോകും. വണ്ടി 100% ക്വാളിറ്റി വരാം. നമുക്കൊരു 2 ഇയർ വാറന്റി കൊടുക്കാം. എഞ്ചിന് ഗിയർ ചേസ് വാറന്റി കൊടുക്കാം. എഞ്ചിൻ ഗിയർ ചേസ്, ഓക്കെ, ഇത് മേജർ ആയിട്ട് വരുന്ന സംഭവമാണ്. ചേസ് ഒക്കെ അടി വരുമെന്ന് പറയുന്നത് കേട്ടില്ല. അപ്പം അതിന് 3നും വാറന്റി ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളത് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അടക്കേണ്ടത് ഇതിന്റെ, അതായത് ഫുള്ള് ചെക്ക് ചെയ്ത ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് PDF ഉണ്ട്, അത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, കസ്റ്റമർ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോ, ഒരു പ്രശ്നമില്ല അല്ലേ? ഓക്കെ, ആരെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ മോഡൽ 15 മോഡല്, സെക്കൻഡ് ഓണർ ആണ്. 53,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, 53,000, സോറി ഞാൻ 50,000 പറഞ്ഞത്. 53,000 മാത്രം ഓടിയ 2015 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോ ഇത് നമുക്ക് ഇപ്പൊ NOC പ്രൈസ് അല്ലേ പറയുന്നത്? NOCയിലാണ്, HR26 വണ്ടി ഉള്ളത്. ഓക്കെ, നമുക്ക് മാക്സിമം ഒരു 1250 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. മാക്സിമം നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 12.5 ലക്ഷം മാറണമെങ്കിൽ ഒരു 2.5 കണ്ടു. 2.5 കാണും വരും. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടോ നോക്കോ. ലോ കിലോമീറ്റർ ഇത്രയും അഡീഷണൽ ഫിറ്റിംഗ്സ് കയറിയ ഒരു ക്വാളിറ്റി അല്ലേ E250 ആണ്. പിന്നെ അത്യാവശ്യം മൈലേജ് കിട്ടും കേട്ടോ. ഒരു 17-18 എന്തായാലും കിട്ടും. അത്രയും മൈലേജ് കിട്ടുന്ന ഡെയിലി ഒരു പ്രീമിയം യൂസ് വേണമെന്നുള്ളവർക്ക് പറ്റിയ വണ്ടിയാണ് അല്ലേ? ഓക്കെ, കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയൊരു വണ്ടി. ഓക്കെ, അപ്പൊ ലോണ് ഇങ്ങോട്ടേക്ക് മാറിയാൽ എന്തായാലും ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ലോണ് പ്രയാസം. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഇന്നോവയാണ്. UP രജിസ്ട്രേഷൻ കിടക്കുന്ന വാഹനമാണ്. ഇന്നോവ ഇവർ അങ്ങനെ ചെയ്യാറില്ല, നല്ല ക്വാളിറ്റി അങ്ങനെ കൊണ്ടുവന്നത്. 2013 ഇന്റർകൂളർ. ഓക്കെ, ഇന്റർകൂളർ എഞ്ചിനാകുമ്പോൾ ഒരു 13 വരെയൊക്കെ മൈലേജ് 14 കിട്ടുന്നുണ്ട്. 14 വരെ മൈലേജ് കിട്ടും. ലോങ്ങിലൊക്കെ മര്യാദ കുടിക്കുകയാണെങ്കിൽ. ഓക്കെ, കിലോമീറ്റർ 1.88, 1,80,000 ഓടിയ 13 സെക്കൻഡ് ഓണർ ആണ്. G4 അതെ, സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ, പിന്നെ 4 ടയർ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, വേറെ വർക്കും കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ല. ഇന്റീരിയർ അത്ര നീറ്റാ. ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്താൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ വേറെ ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു നീറ്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, മേജർ അല്ല. ശരി, ഓക്കെ, ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. എന്തായാലും വേറെ ക്ലെയിം ഒന്നുമില്ല. 13 G4 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഇപ്പോൾ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, ഇനി തേർഡ് ഓണർഷിപ്പിലേക്ക് ആവുക ചെയ്യാം.
അപ്പോൾ നമുക്കിത് ടയേഴ്സും വലിയ കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് അല്ലേ? പിന്നെ NOC പ്രൈസ് തന്നെ അല്ലേ ഇതും? എത്രയാ? ഇത് നമ്മളൊരു 6 lakh ആണ് ആസ്ക് ചെയ്യുന്നത്. നമുക്കൊരു 5 MB ഫൈനൽ കൊടുക്കാം. 5,80,000 മാറണേ ഒരു 1 lakh വേണ്ടി വരും ഇതിന്. 1 lakh അണ്ടർ ഒരു 70 സംതിങ് 80 മതി. 70,000 കണ്ടാൽ മതി അല്ലേ? 5,80,000 നിങ്ങൾക്കിത് കൊണ്ടുപോകാം. NOCയിൽ മാറണമെങ്കിൽ ഒരു 80,000 വരെ കണ്ടാലും ഇങ്ങോട്ടേക്ക് കേരള നമ്പർ ആക്കി എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നോക്കിക്കോ. പിന്നെ ഇപ്പോൾ ഡൽഹി വണ്ടിക്കല്ലേ NOCന്റെ ഇഷ്യൂ ഉള്ളൂ. ഇപ്പോൾ അത് 12 മോഡലല്ലോ. 42 അയോധ്യ സീനൊന്നും ഡയറക്റ്റ് കിട്ടും. ഡയറക്റ്റ് NOC കിട്ടും. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിന്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും എല്ലാം കയ്യിലുണ്ടല്ലോ? ഇതിന്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാൻ കഴിയും കസ്റ്റമറിന്. എല്ലാം ഉണ്ട്. ഓക്കെ, വിളിച്ച് ഏകദേശം ഒരു ധാരണ എത്തുമ്പോൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടാകുന്ന നോക്കിയോ. അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ എൻഡവറിലെത്തി. നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2018 ആണ് മോഡൽ. ഫസ്റ്റ് ഓണർ ആണ്. നിലവിൽ 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 2026 വരെ കമ്പനി റെക്കോർഡ് അവൈലബിൾ ആണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, 8 വർഷമായി വണ്ടി. 8 വർഷത്തെ ഫുൾ ഹിസ്റ്ററി കയ്യിലുണ്ട്. 1.12 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ, ടയർ, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് ഓണർ ആണ്. ഫസ്റ്റ് ഓണർ നമുക്കൊരു 7 ഡേയ്സിനുള്ളിൽ NOC പ്രൊവൈഡ് ചെയ്യാം. അത്ര സ്പീഡ് കിട്ടും. അതായത് ഓൾറെഡി NOC എടുത്ത വാഹനമാണ്. ക്യാൻസൽ ചെയ്ത് കിട്ടും. 2 ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ RTOയിൽ NOC എടുക്കാൻ പറ്റിയ ഒരു എൻഡവറാണ്. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ കിട്ടും. 3.2 4x4 അല്ലേ? ഏറ്റവും ടോപ്പ് ലോഡ് വാഹനമാണ്. നാട്ടിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വാഹനം കൂടിയാണ്. തീർച്ചയായും. പ്രത്യേകിച്ച് ഓൾ ഇന്ത്യ ട്രെൻഡിങ്ങിലാണ്. ബ്ലാക്ക് കളറും ഒന്നും പറയാനില്ല. ക്ലെയിമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലല്ലോ. നീറ്റ് വണ്ടി. ഇതിന്റെ ഫുൾ സർവീസ് ഹിസ്റ്ററി, ഇൻഷുറൻസ് ഹിസ്റ്ററി എല്ലാം എടുത്തു. ഓക്കെ, ഇൻഷുറൻസ് ഹിസ്റ്ററി നിങ്ങൾക്ക് വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളിപ്പോ ഏതെങ്കിലും വണ്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററിയും പ്രൊവൈഡ് ചെയ്യും. സർവീസ് ഹിസ്റ്ററിയും ഇൻഷുറൻസ് ഹിസ്റ്ററിയും ഇവരെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനത്തെ പ്രീമിയം വണ്ടികളൊക്കെ നിങ്ങൾ ഡൽഹി പോയിട്ട് നോക്കുന്നുണ്ടെങ്കിലോ എങ്ങനെയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ അവർ അതും എടുത്തു തരും. ഓക്കെ, ഡയറക്റ്റ് അവിടെ നിന്ന് എടുത്തു തരും വണ്ടികളും. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് NOC? ഇതിന് നമുക്കൊരു 17 ലക്ഷത്തിന് ഫൈനൽ കൊടുക്കാം. 17 ലക്ഷം. 2018 1.12 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് 3.2. ചെറിയ നെഗോസിയേഷൻ ഓൺ ടേബിൾ നമുക്ക് ചെയ്ത് കൊടുക്കും ചെയ്യും. നോക്കാം അല്ലേ എന്തായാലും. ഓക്കെ, ഇത് മാറണമെങ്കിൽ എത്ര കോസ്റ്റ് വേണ്ടി വരും? ഇതൊരു 3 to 4 കാണണം. 4 ലക്ഷം ഏകദേശം കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ 18 മോഡൽ വണ്ടിയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. ഓക്കെ, നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. ഈ ഒരു 3 വണ്ടി സ്റ്റോക്കുള്ളൂ. ഇനി അടുത്തേക്കിങ്ങനെ 3 വണ്ടി അല്ലേ? ഇനി അതൊക്കെ വരാണ്ട്. ഇപ്പൊ നിലവിൽ ഒരു ഫോർച്യൂണർ വരാണ്ട് നമുക്ക് ചെയ്യാം. ഒരു 5 സീരീസ് ഉണ്ട്. ഓട്ടോ പാർക്ക് 2018 ഫസ്റ്റ് ഓണർ 79,000 ഓടിയ ഒരു ഓട്ടോ പാർക്ക് വരാൻ വൈറ്റ് വണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. താങ്ക് യു.